ഒടുവിൽ അയ്യപ്പന്റെ മുൻപിൽ സാഷ്ടാംഗം വീണിരിക്കുകയാണ് പിണറായി വിജയൻ. എത്ര പെട്ടെന്നാണ് മനംമാറ്റം എന്നുള്ളതാണ് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നത്. ആചാരലംഘനം നടത്തിയ, വനിതാ മതിൽ കെട്ടിയ, സമത്വം വേണമെന്ന് പറഞ്ഞ സ്ത്രീകൾ ശബരിമലയിൽ കയറിയാൽ മാത്രമേ കേരളത്തിൽ സമത്വം ഉണ്ടാകൂ എന്ന് പറഞ്ഞ് ഭക്തരെ എല്ലാം തല്ലി അടിച്ചോടിച്ച ഒരു സർക്കാർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഈ ഭക്തരുടെ പരിവേഷം കെട്ടി വരുന്നവരുടെ അജണ്ട വേറെയാണ്, യഥാർത്ഥ ഭക്തരെ അയ്യപ്പന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ യഥാർത്ഥ അയ്യപ്പ ഭക്തനാണെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെ ഇപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞേക്കുന്നത് പിണറായി അയ്യപ്പന്റെ വിഗ്രഹം ഏതാണ്ട് സ്വീകരിച്ചെന്ന്, അയ്യപ്പന്റെ പ്രതിമ സ്വീകരിച്ചു. അത് എല്ലാവർക്കും സ്വീകരിക്കാൻ സാധിക്കത്തില്ല. പിണറായി വിജയന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ സ്വീകരിക്കത്തില്ല. മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മാത്രം പോകുന്ന അമ്പലമാണ്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതലായിട്ട് ചെല്ലുന്ന അമ്പലമാണ്. അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയേണ്ടതൊക്കെ ഒരുപക്ഷെ പിണറായിക്ക് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം നമ്മൾ അതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് പിണറായി കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് പിണറായിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും പറ്റിയ ഒരു അബദ്ധം അവർ തിരുത്തി. എന്താ കുഴപ്പം? അവരെ ഇതിനകത്ത് ഇതൊരു അയ്യപ്പനിപ്പോൾ ഒരു പൊളിറ്റിക്സാണ്, അല്ലെങ്കിൽ അയ്യപ്പനെ ഉപയോഗിച്ചാരാ? ഇതിനകത്ത് അയ്യപ്പനെ ഇപ്പം പിണറായി വിജയൻ ഉപയോഗിക്കുന്നു, പണ്ട് പിണറായി വിജയൻ ഉപയോഗിച്ചത് ശരിയായില്ല. അന്ന് പിണറായി ഈ പറയുന്ന പോലെ BJP-കാരൻ ഉപയോഗിച്ചു, അല്ലെ കോൺഗ്രസ്സുകാരൻ ഉപയോഗിച്ചു. അവരുടെ ലൈനാണ് ശരിയെന്നുള്ള രീതി ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനോടുകൂടെ അത് മനസ്സിലായി. കാരണം അയ്യപ്പൻ ശബരിമല വിഷയം സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു യുവതി പ്രവേശനം ഈ വിഷയമായിരുന്നല്ലോ അന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തോ ശരിക്കും പറഞ്ഞാൽ RSSന്റെ അകത്ത് പൊളിറ്റിക്സ് ഒന്നും, RSS കാര്യങ്ങൾ മാറ്റി പറയുന്നത് സംഘടനയൊന്നും അല്ല. അവരന്നും ഇന്നും പറയുന്നത് എന്തെന്ന് പറയും, സമത്വമാണ്. അപ്പോൾ അവരുടെ സമത്വത്തിന്റെ സിദ്ധാന്തം ഇവിടെ വരും, ഇവിടെയും വരും. ശബരിമല കയറ്റുന്നതിനകത്ത് RSSന് ആ അഭിപ്രായത്തിനകത്ത് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമില്ല. RSSനെ പറ്റി അറിയാവുന്നവർക്ക് ചോദിച്ചാൽ മതി. പക്ഷേ ആ അഭിപ്രായത്തിന് യോജിക്കുന്ന രീതിയിലേക്കല്ല ഇവിടുത്തെ ഭക്തരുടെ താല്പര്യം എന്ന് കണ്ടപ്പോൾ അവരതിനകത്തുനിന്ന് മാറി. മനസ്സിലായത്? അത് പിന്നെ BJP ഏറ്റെടുക്കുന്നു, VSP ഏറ്റെടുക്കുന്നു, ആചാരത്തിനോടനുബന്ധിച്ചിരിക്കുന്ന ഇവരുടെ സംഘടനകൾ ഏറ്റെടുക്കുന്നു, അതിൻ്റെ പുറകിൽ അവർ സമരം നടത്തുന്നു. അപ്പം അന്ന് ഇവർക്ക് പറ്റിയ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ CPM വിചാരിച്ചെന്നത് അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാണ് CPM വിചാരിച്ചത് എന്തോന്ന്? അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹരിജനങ്ങൾ അല്ലെങ്കിൽ ആ സമുദായത്തിൽ. അതുപോലെ തന്നെ ഈ ഇല്ലായ്മ. പിന്നെ SNDP 27% ഉണ്ട് ഇവിടെ. അതിനകത്ത് ഒരു 15-16% വോട്ട് പറയുന്ന പോലെ കിട്ടുന്ന ആർക്കാ? CPM-ന് കിട്ടുന്നത്. അതുകൊണ്ട് CPM-ന്റെ ബേസിക് കൊണ്ടിപ്പോഴും. അപ്പം ഇതിനകത്ത് അവർ നോക്കിയപ്പോൾ ഒരു പൊളിറ്റിക്സ് കളിക്കാം. പിന്നെ മാത്രമല്ല, ഇവരുടെ ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, ഞങ്ങൾ ദൈവത്തിനെതിരാണ്. അത് ഏറ്റവും കൂടുതൽ കാണിക്കാൻ പറ്റുന്ന ഇവിടെ, ഏറ്റവും കൂടുതൽ കാണിക്കാൻ പറ്റുന്ന ഹിന്ദുവിൻ്റെ പുറത്ത് കയറാം. ഇവന് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ. പണ്ടാണെങ്കിൽ ആരുമില്ലായിരുന്ന സമയത്ത്. ഇപ്പം പക്ഷെ ചോദിക്കാനും പറയാനും ആരുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കെയർ ഓഫിൽ ഇന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, അതിനുവേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പം പണ്ടത്തെ കൂട്ട് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ മതേതരവാദിയാണെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരന് കാണിക്കണമെങ്കിലോ, സമൂഹത്തിൽ ഏതെങ്കിലും ഒരുത്തൻ എഴുത്തുകാരനായാലും കൊള്ളാം, മറ്റു സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഹിന്ദുവിനെ ചീത്ത പറഞ്ഞാൽ മതേതരവാദി, ബാക്കിയുള്ളവരെ ചീത്ത പറഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ കയ്യും കാലും ഒന്നും കാണത്തില്ല എന്നുള്ള രീതിയിൽ അവർ നേരത്തെ ഇത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് ഇപ്പം നമ്മുടെ മറ്റേ മാഷിൻ്റെ കാര്യം പറഞ്ഞ മാരുടെ ആയതുകൊണ്ട് അതുകൊണ്ട് പേടിയാണ്. അതുകൊണ്ട് ആ രീതിയിലില്ല. ഇവിടെ നോക്കിയപ്പോൾ ഒരു മതേതര ജനാധിപത്യ സംവിധാനം ഉയർത്തിപ്പിടിക്കാൻ ഒരു സാധനം കിട്ടി. അപ്പം ഇത് ഈ രീതിയിലേക്ക് അതാണ് ഈ പറയുന്ന പോലെ ശബരിമല കിട്ടി. അപ്പോൾ അവിടെ സമത്വമാണ്, ഞങ്ങൾക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല, സുപ്രീം കോടതി വിധി ഞങ്ങൾ നടപ്പാക്കും. പിന്നെ അതിനകത്ത് വേറെ പൊളിറ്റിക്സ് കളിച്ചു. ഈ രീതിയിലേക്ക് ഉള്ളതാണ് അടിസ്ഥാന വർഗത്തിനെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നതിന്. അപ്പം ഈ ഒരു പൊളിറ്റിക്സുമായിട്ട് പോകുമ്പോൾ ശബരിമലയെ തകർക്കുന്ന ഒരു പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ആചാര ലംഘനത്തിനെതിരെ ഒരു പൊളിറ്റിക്സ്, ഹിന്ദുക്കളുടെ ഇതിനെതിരെ ഒരു പൊളിറ്റിക്സ്, ഈ ഒരു പൊളിറ്റിക്സ് അന്ന് CPM കളിച്ചുകൊണ്ടിരുന്ന മതമൗല്യവാദികളുടെ പൊളിറ്റിക്സിന് യോജിക്കുന്നതാകും എന്നുള്ളൊരു തോന്നലൂടെ വന്നു. അപ്പം ഈ ഇരിക്കുന്ന വോട്ട് ഇവിടെ ഇരുന്നോളും, അടിസ്ഥാന വർഗമാണല്ലോ, അവർക്ക് ശബരിമലയിൽ കാര്യമില്ല. ശ്രദ്ധിച്ചായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. പണ്ടിത് അരയന്മാരുടെ അമ്പലമായിരുന്നു, മറ്റവരുടെ അമ്പലമായിരുന്നു, മറിച്ചവരുടെ, ഇവർക്ക് ഇതിനകത്ത് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് ഉണ്ടാക്കി. ആ രീതിയിലേക്ക് പുലയർ മഹാസമിതിയെ കൂട്ടുപിടിച്ചു, വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചു, ഇവരുടെ യോജിപ്പോൾ വെള്ളാപ്പള്ളി പിന്നെ ആദ്യത്തിൽ നിന്ന് പിന്നെ വന്നപ്പം വെള്ളാപ്പള്ളി കൈവിള്ളുന്നുണ്ട്, വെള്ളാപ്പള്ളി അതിനകത്ത് മാറി ഇതിങ്ങനെ കൊണ്ടുവന്നു. ഈ പറയുന്ന ധന്യാദി പറഞ്ഞ പോലെ എന്തോ കെട്ടി മനുഷ്യമതിൽ, അത് വനിതാ മതിൽ കെട്ടിയപ്പോൾ അതിനകത്ത് മൊത്തം അവരുടെ ഒരു ആവേശം കണ്ടില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്സ് അതിനകത്ത് വന്നു. ആരുടെ
ഹിന്ദുവിൻ്റെ വിഷയത്തിനകത്ത് വനിതാ മതിൽ കെട്ടുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ പർദ്ദയിട്ട സ്ത്രീകൾ നിരന്നു നിൽക്കുന്ന ഒരവസ്ഥ. ഇത് വലിയ രീതിയിലൊരു മൂവ്മെന്റ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത് പിണറായിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വോട്ടിൻ്റെ കൂടെ ഈ മതമൂല്യവാദികളുടെ വോട്ടുകൂടെ കൂട്ടി യോജിപ്പിച്ചാൽ ഒരിക്കലും തോക്കാത്ത രീതിയിലേക്ക് ഒരു ശതമാനക്കണക്കിലേക്ക് വരുമെന്നുള്ളതിന് തിരിച്ചായി. അയ്യപ്പനെ പറ്റി പിണറായിക്ക് വലിയ ബോധ്യമില്ല, ഇന്ന് ബോധ്യപ്പെട്ട് കാണും. അതാണല്ലോ പുള്ളിയെ സ്വീകരിച്ചുകൊണ്ട് പോയത്. ബോധ്യമില്ലായിരുന്നു പറഞ്ഞാൽ എൻ്റെ പൊന്ന് തന്നെ നമ്മുടെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും തന്നെയുടെ വീട്ടിലായാലും എന്നും ജോലിക്ക് വരുന്ന ഒരു സാധാരണക്കാരൻ, എൻ്റെ പേര് രാഘവൻ എന്നായിരിക്കും, ഒരുപക്ഷെ രഘു എന്നായിരിക്കും, അല്ലെങ്കിൽ മാധവൻ എന്നായിരിക്കും. ഇവനെ നമ്മൾ ഡെയിലി മാധവ എന്ന് വിളിക്കും. ഒരു ഹരിജൻ സമുദായത്തിൽപ്പെട്ട ആളാണെന്ന് വിചാരിച്ചാൽ അങ്ങനെയുള്ള അടിസ്ഥാന വർഗ്ഗത്തിൽ അങ്ങനെയുള്ള പാവത്തങ്ങളാണല്ലോ കൂലിക്കുന്നത്. ശബരിമല മാലയിട്ട് കഴിഞ്ഞാൽ മാധവൻ എന്ന് വിളിക്കുമോ? തന്നെ ഇല്ല, സ്വാമി എന്ന് വിളിക്കും. ഈ ഒരു സാധനം അവിടെ വർക്കൗട്ട്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ താഴെയറ്റം തൊട്ട് ഈ കുറവർ സമുദായമായാലും പുലയ സമുദായമായാലും പറയ സമുദായമായാലും അല്ലെങ്കിൽ താവം പിടിച്ചവരുടെ തൊട്ട് അങ്ങ് ബ്രാഹ്മണനെ വരെ മാലയിട്ട് കഴിഞ്ഞാൽ ഒറ്റ പാറ്റേണേ ഉള്ളൂ. അത് വന്നപ്പോൾ അവിടുത്തെ ആചാര ലംഘനത്തിൻ്റെ വിഷയം വന്നപ്പോൾ അതിന് കാരണക്കാരൻ CPM ആയപ്പോൾ ഈ പറയുന്ന പോലെ അടിസ്ഥാന വർഗവും ഈഴവനും അതിനകത്ത് എല്ലാ വിഭാഗം ആൾക്കാരും അയ്യപ്പൻ്റെ ഗൗരവം വന്നപ്പോൾ CPM തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ CPM തെറ്റുപറ്റി തിരുത്താൻ തയ്യാറായി. അവരിപ്പോൾ പറയുന്നല്ലോ, സംസ്ഥാന സെക്രട്ടറി പറയുന്നത് എന്താണ്? ഈ ഞങ്ങൾ വിശ്വാസികളുടെ കൂടെ, അയ്യപ്പൻ ഞങ്ങളുടെ ആളാണ്. ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം തത്വമസിയിലൂടെ പിണറായി വിജയനോട് പറയുന്നുണ്ട്. എന്താണ് തത്വമസി? ഞാൻ നീയാകുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? പിണറായി വിജയൻ എന്ന് പറയാ അയ്യപ്പ ഞാനാകുന്നു. അയ്യപ്പൻ്റെ അടുത്ത് പിണറായി വിജയൻ പറയും നിങ്ങൾ ഞാനാകുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം എന്തുവാ? അതാ അയ്യപ്പൻ. ഇന്ന് പ്രസംഗം എങ്ങനെ കേട്ടോ? ഞാൻ കേട്ടതാ. ആ തത്വമസി പുള്ളിയോടെ പറഞ്ഞു എന്താണ്? നിങ്ങളാകുന്നു ഞങ്ങൾ, ഞാനാകുന്നു നീ. അതാണ്, അത് വലിയൊരു കാര്യമാണ്. അതാണ് അയ്യപ്പൻ എന്നുള്ള രീതിയിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞത് അവർക്ക് തെറ്റുപറ്റി, അവർക്ക് അയ്യപ്പൻ്റെ വിഷയത്തിൽ തെറ്റുപറ്റി. ലോക്സഭാ ഇലക്ഷന് ശേഷം അവർ മാപ്പ് പറഞ്ഞു, വീടുകൾ കയറി ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പരസ്യമായിട്ട് പറയുന്നു അവർക്ക് മനസ്സിലായി നേരത്തെ കളിച്ച പൊളിറ്റിക്സ്. ഈ പറയുന്നത് പോലെ അവരുടെ വോട്ട് ഹിന്ദു വോട്ടായത്. CPM എന്ന് പറഞ്ഞാൽ ഇവിടെ BJP അല്ല ഹിന്ദു പാർട്ടി, CPM ഹിന്ദു പാർട്ടി. ആ വോട്ടിനകത്ത് ഇപ്പൊ തട്ടുകേട് പറ്റിയേക്കുന്ന അറിയില്ല. അയ്യപ്പൻ ഇപ്പോൾ ഒരു പൊളിറ്റിക്സ് രാഷ്ട്രീയക്കാരനാണ്. തട്ടുകേട് പറ്റിയ ആർക്കെന്നറിയാം? BJPക്ക് ആകെയുള്ള മുദ്രാവാക്യം ഇതായിരുന്നു. കാരണം BJPയുടെ ഒരു പൊളിറ്റിക്സ് അറിയാമല്ലോ. ഇവിടെ BJPക്ക് വേറെ പണിയൊന്നും അവർക്ക് ചെയ്യാൻ വയ്യ, താഴെത്തട്ടിൽ നടക്കാൻ വയ്യ. അറിയില്ല. അവസാനം ഈ അവിടെ നടത്തുന്ന പണിയുടെ കേന്ദ്രത്തിൽ ഒരു വൃത്തിയായിട്ടുള്ള BJP ഉണ്ട്. അവിടെ നടത്തുന്ന പണിയുടെ കെയർ ഓഫും ഇവിടെ പിന്നെ ഇതുപോലെ ചില്ലറ ധ്രുവീകരണവും ഒക്കെ വെച്ചിട്ട് ഒക്കുന്ന ഞാൻ കയറിപ്പോട്ടെ. MLA വേണമെന്ന് MP വേണമെന്നൊന്നുമില്ല കേട്ടോ. അവർക്ക് ചില പൈസയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്നുള്ള അവനവൻ്റെ വീട്ടിലെ കാര്യം നടക്കണം, വൃത്തിയായിട്ട് നടക്കണം, ഇന്നോവയിൽ പോകണം. അപ്പൊ അതിനിപ്പോൾ പൈസയും കിട്ടും. കാരണം കേന്ദ്രത്തിൽ ശക്തമായിട്ട് ആണുങ്ങൾ ഇത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. കാരണം രാജ്യത്തിന് വേണ്ട താല്പര്യം അനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ അതുപോലെ സ്നേഹിക്കുന്ന ഒരു ഭരണ സംവിധാനം ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ കെയർ ഓഫിലൂടെ പോകും. അപ്പം പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിനകത്ത് പറ്റിയ ഭാഗപ്പുഴ അയ്യപ്പന്റെ കെയർ ഓഫിൽ പറ്റിയ ഭാഗപ്പുഴ വളരെ കൃത്യമായിട്ട് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ ഞങ്ങളുടെ കൂടാണ്, ഞങ്ങൾ അയ്യപ്പന്റെ കൂടാണ്, ഞാനാണ് അയ്യപ്പൻ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഹിന്ദു വോട്ട് പോയ അടുത്ത പ്രാവശ്യം BJPക്കകത്താ വോട്ട് പോകുന്നത്. ഈ നമ്മൾ പണിയും കിട്ടി വെളിയിലും പോകും. അപ്പം മൂന്നാമത് അധികാരത്തിൽ വരണമെങ്കിൽ അയ്യപ്പൻ്റെ അടുത്ത് കോംപ്രമൈസ് ചെയ്ത് സാഷ്ടാംഗം വീണേ നടക്കത്തുള്ളൂ. അതിന് വേണ്ട പിന്തുണയുമായിട്ട് പറയാവുന്ന മൊത്തവും അയ്യപ്പൻ അനുകൂലമായിട്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ പറഞ്ഞ പോലെ തത്വമസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. മാത്രമല്ല കൂടുതലായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ്റെ അമ്പലമാണ് ഈ പറയുന്ന ശബരിമലയിൽ നിന്ന് ഇപ്പൊ പിണറായിക്ക് വേണ്ടി രാവകല്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി അടഞ്ഞു. അറിയാമല്ലോ എന്തൊക്കെ പറയണോ അവർക്ക് പറയാൻ പറ്റുന്ന കാര്യം പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ അമ്പലമാണ്, അവർക്ക് വിശ്വാസമുള്ള അമ്പലമാണ്, അവിടെ അവരെ പൊക്കോണ്ടിരിക്കുന്നത്. മാത്രമല്ല പിണറായി വിജയൻ ഒന്നാന്തരം അയ്യപ്പ ഭക്തനാണ്. അല്ലെങ്കിൽ പുള്ളിക്ക് അയ്യപ്പൻ്റെ വിഗ്രഹം ഏറ്റെടുത്തിട്ട് ഇങ്ങനെ സ്വീകരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ ആരും ഈ വെളിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമുള്ള ഒരു പാർട്ടിയല്ല മാർക്സിസ്റ്റ് പാർട്ടി. അയ്യപ്പനെ തള്ളിപ്പറഞ്ഞതിനകത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നതുകൊണ്ടാണ്. ഞങ്ങൾ സ്വാമിയുടെ കൂടാണ്, ശബരിമലയുടെ കൂടാണ്, ആചാരത്തിൻ്റെ കൂടാണ്, അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂടാണ് എന്ന് പിണറായി വിജയനും ഈ പറയുന്ന ഗോവിന്ദൻ മാഷും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് പറയുന്ന ഒരവസ്ഥ, അത് മൈക്ക് വെച്ച് കെട്ടി പറയുന്ന ഒരവസ്ഥ, ആൾക്കാരെ വിളിച്ചുകൂട്ടി പറയുന്ന ഒരവസ്ഥ. അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെവിടെ അയ്യപ്പന്മാരുണ്ടെങ്കിലും അവരുടെ അടുത്തെല്ലാം ഞങ്ങൾ അയ്യപ്പൻ്റെ കൂടാന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പിണറായി വിജയൻ പോയിരിക്കുകയാണ്. ഇത് കൃത്യമായ പൊളിറ്റിക്സാണ്. സാറേ അതിന്റെ കൂടെ ഒന്ന് ചോദിക്കട്ടെ, ഇപ്പൊ ലോകത്തുള്ള എല്ലാ അയ്യപ്പ ഭക്തരും പിണറായി വിജയന്റെ പ്രത്യേകിച്ച് മലയാളികളായ അയ്യപ്പ ഭക്തരെല്ലാം ഈ പ്രസംഗം കണ്ടു കാണും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മാപ്പ് ചോദിക്കൽ കൂടിയാണോ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസംഗം എന്ന് പറയുന്നത്? കാരണം ആ സമയത്ത് ഒരു
അയ്യപ്പൻ ഇപ്പോൾ UDF-ന്റേതാണ്, BJP-യുടേതാണ്, CPM-ന്റേതാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമായ ഭക്തർക്ക് പോലും ഇല്ല. അദ്ദേഹം പാർട്ടി രാഷ്ട്രീയത്തിലുള്ള ആളായി മാറി. സ്വാഭാവികമായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് വരാൻ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്ത് പൊതുജനത്തോട് ഒരു മാപ്പ്, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരോട് ഒരു മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ വേണമോ നമ്മൾ ഈ പ്രസംഗത്തെ കാണാനായിട്ട്? ഉറപ്പായിട്ടും അതിനകത്തെന്ന് പറഞ്ഞാല് ഈ പെട്ടെന്നൊന്നും വിട്ടുപോകുന്ന ഒരു വർഗ്ഗമല്ല അടിസ്ഥാന വർഗം എന്ന് പറഞ്ഞാൽ. അവർ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത താക്കീത്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവർ രാഷ്ട്രീയക്കാരാ. ലോക്സഭ ഇലക്ഷൻ പരിശോധിച്ചപ്പോഴും പല മണ്ഡലങ്ങളിലും CPM-ന്റെ അവിടെ വന്ന ഒരു അവസ്ഥ. ഇതിനകത്ത് പ്രധാനപ്പെട്ട കുഴപ്പമൊന്നും, ബാക്കിയൊക്കെ അവർ സഹിച്ചു. ഇത് തന്നെ അടിസ്ഥാനം. മാപ്പ് വീടുകളിൽ പോയി പറഞ്ഞില്ല, എനിക്കറിയാമല്ലോ. ഇതിന് ഇലക്ഷൻ ശേഷം വീടുകളിൽ പോയി അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശബരിമല വിഷയത്തെ ഞങ്ങൾക്ക് തെറ്റുപറ്റി, നമ്മൾ തിരുത്തും. ഇപ്പൊ അത് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു, മാപ്പ് തന്നെ പറഞ്ഞേക്കുന്നത്. തർക്കം എന്തോ അത് മൊത്തം മാപ്പെന്ന് പറയുന്ന സാധനം അങ്ങനെ പരസ്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിലും പറഞ്ഞല്ലോ. എന്തെല്ലാം പറഞ്ഞു? അയ്യപ്പൻ എന്താണ്? തത്വമസിയാണ്, ഞാനാണ് നീ. അവിടുത്തെ കാര്യങ്ങൾ മൊത്തവും ഈ പറയുന്ന ഈ ആചാരം, ശബരിമലയിലെ ആചാരം എന്താണെന്ന് പറയുന്ന അതേ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇപ്പം ധന്യയ്ക്ക് ആശ്വസിക്കാൻ, ധന്യ പറഞ്ഞത് ശരിയാ. അയ്യപ്പന്റെ കെയർ ഓഫിൽ CPM-ഉം പിണറായി വിജയൻ, ഇന്ന് പിണറായി അവിടുത്തെ ഉദ്ഘാടനം, മനസ്സിലായോ? പിണറായി വിജയൻ ഉൾക്കാണണം, വേറെ ആരുമല്ല. അതുകൊണ്ട് ഡൽഹിയിരിക്കുന്ന വെട്ടത്തിലാണോ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതെന്ന് പരസ്യമായിട്ട് ചോദിക്കാൻ ധൈര്യം ഉണ്ടായിരുന്ന പിണറായി വിജയൻ. ശബരിമലയിൽ മസിൽ പിടിച്ച് ഈ പറയുന്ന അവരുടെ പേര് ഞാനിപ്പോൾ ചാനലിലാണ്ട് പറയുന്നില്ല, അവരെ ഉച്ചരിക്കേണ്ട പേര് വേറെ അറിയാമല്ലോ. അവർ രണ്ടുപേരെ അവിടെ കൊണ്ട് കയറ്റി എന്നിട്ട് ചോദിച്ചപ്പം ഒരു വല്ലാത്തൊരു ചിരിച്ച പിണറായി വിജയൻ ഇന്നവിടെ പോയി അയ്യപ്പൻ്റെ അടുത്ത് ഏറ്റു പറഞ്ഞു. നമ്മൾ അങ്ങനെയാണല്ലോ ശബരിമല ചെയ്യുന്നത്, ഏറ്റു പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട്. അത് തന്നെയാണ് അവരുടെ പൊളിറ്റിക്സ്.